CPM സെക്രട്ടേറിയറ്റ് ഇന്ന് ചേർന്നു. അതിനുശേഷം MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. പത്മകുമാറിനെതിരെ എന്തായാലും പാർട്ടി നടപടിയില്ല. പത്മകുമാറിനെതിരെ വന്നിരിക്കുന്ന തെളിവുകളിൽ കൂടുതൽ തെളിവുകൾ വരട്ടെ, അത് പാർട്ടി പരിശോധിക്കേണ്ട സമയത്ത് പരിശോധിക്കും എന്നുള്ളതാണ് മറുപടി. കോൺഗ്രസ് അതിനെ എങ്ങനെ കാണുന്നു? സ്മൃതി, യഥാർത്ഥത്തിൽ ഈ കാട്ടുകൊള്ളക്ക് നേതൃത്വം കൊടുത്തത് CPM-ന്റെ ഇപ്പോൾ ഈ പിടിക്കപ്പെട്ട പത്മകുമാറും വാസു മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ ഈ വിഷയത്തിനകത്ത് കൃത്യമായ ബോധ്യവും അറിവും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത് എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ തെളിവാണ് ഇനി വരാനിരിക്കുന്നത്. ഇപ്പോൾ വാസു പത്മകുമാർ ഒരു പോറ്റിയിൽ തുടങ്ങി ഇപ്പോൾ പത്മകുമാർ എത്തിയിരിക്കുകയാണ്. ഈ പത്മകുമാറിന് ശേഷം കടകംപള്ളി സുരേന്ദ്രൻ ക്യൂ ആയി നിൽക്കുകയാണ്. അതിനുശേഷം വരാനിരിക്കുന്നതാരാ? കേരളത്തിലെ മുഖ്യമന്ത്രി അറിയാതെ ഇത്തരത്തിൽ ഒരു ശബരിമല പോലത്തെ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ആ ഒരു ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ള നടക്കണമെങ്കിൽ ഇവർ മാത്രം വിചാരിച്ച് നടക്കില്ലല്ലോ. മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് സ്വർണം എന്ന് പറയുന്നത് വല്ലാത്തൊരു ആർത്തിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്കക്കൂട്ടാൻ കണ്ടു എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്. പിണറായി വിജയൻ സ്വർണ്ണം എവിടെ കണ്ടാലും അത് വല്ലാത്തൊരു ആർത്തിയാണ്. ഈ ശബരിമല സ്വർണം കണ്ടപ്പോൾ അവിടെ പോയി നോക്കി ഇത് അയ്യപ്പനാണോ എന്ന ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കണ്ടത് അയ്യപ്പനെയല്ല, അവിടെ സ്വർണ്ണമാണ് ചങ്ങായിയുടെ കണ്ണിൽ. അപ്പോൾ സ്വാഭാവികമായും അതെങ്ങനെ അടിച്ചു മാറ്റാന്നുള്ള കൃത്യമായ രൂപത്തിലുള്ള പഠനമാണ് പിണറായി നടത്തിയത്. ആ പിണറായിയുടെ പിന്തുണയും പിൻബലവും കൊണ്ട് തന്നെയാണ് ഈ കൊള്ള നടന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പാർട്ടിക്ക് അങ്ങനെ പറയാൻ സാധിക്കും. പാർട്ടി എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പാർട്ടി നടപടിയെടുക്കും, പരിശോധിക്കും എന്നുള്ളതാണ് പറയുന്നത്. TPF വന്നപ്പം പറഞ്ഞ പാർട്ടി എന്താണ്? മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ പാർട്ടി അവസാനം പിടിക്കപ്പെട്ടവരാരാണ് നമുക്കറിയാം. അതോടൊപ്പം സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ കോടതിയുടെ പ്രത്യേക അന്വേഷണത്തിൽ നിരീക്ഷണത്തിലായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പത്മകുമാറിലെത്തിയത്. അല്ലെങ്കിൽ ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലെത്തി ഈ കേസ് മടക്കി മൂലക്കിടാനുള്ള തയ്യാറെടുപ്പ് നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സംവിധാനമുള്ള ഒരു സർക്കാരായിരുന്നു. പക്ഷേ അന്വേഷണത്തിൽ സർക്കാർ ഇടപെടുന്നില്ല. SIT അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിലാണ്. പക്ഷെ പ്രതിപക്ഷമാകട്ടെ ഈ SIT അന്വേഷണത്തെയും എതിർക്കുകയായിരുന്നു. SIT നന്നായി അന്വേഷണം കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുകയായിരുന്നു. അത് വേണ്ട, കേന്ദ്ര ഏജൻസി വരട്ടെ, CBI വരട്ടെ എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തടസ്സപ്പെടുത്തുകയായിരുന്നു ഇവിടുത്തെ സ്വതന്ത്രമായ അന്വേഷണത്തെ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിനെതിരെ CPM ഉന്നയിക്കുന്ന ആരോപണം. അതിനെന്താണ് മറുപടി? അല്ല ഈ പല അന്വേഷണങ്ങളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു നമുക്കറിയാലോ. സ്വാഭാവികമായി കോടതി നിരീക്ഷണത്തിൽ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള നിലപാടാണ് പറഞ്ഞത്. കേന്ദ്ര ഏജൻസി ഇവിടെ അന്വേഷിക്കാൻ വന്നെല്ലാം സെറ്റിൽ ചെയ്തു പോയതിന്റെ മുമ്പിൽ നമ്മുടെ തെളിവുണ്ടല്ലോ. ഈ EDയുടെയും അതോടൊപ്പം തന്നെ CBIയുടെ ഒക്കെ പല കേസുകളും അന്വേഷിച്ച് എവിടെ എത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കുന്നത് കൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കോടതിയുടെ പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ, പ്രത്യേകിച്ച് എന്തായാലും പിണറായിന്റെ സർക്കാർ ഇനി വരാൻ പോകുന്നില്ല എന്ന് ഇവർക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവരുടെ കൊള്ള, പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പനെ വിറ്റ് അതിന്റെ സ്വർണം കട്ട് മുന്നോട്ട് പോയി കാട്ടുകള്ളന്മാരെ ഇനി ഒരിക്കലും ഈ നാട്ടിനകത്ത് വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യം ഈ നാടിനുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. പ്രത്യേകിച്ച് അവരൊക്കെ വിശ്വാസികളാവാം സ്വാഭാവികമായും. അങ്ങനെയുള്ളത് കൊണ്ടാണ് അതിനകത്ത് മായം ചേർക്കാൻ അവർ തയ്യാറാവാത്തത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ കേസ് മുമ്പോട്ട് പോവില്ല. തീർച്ചയായും ഈ പറയുന്ന അന്വേഷണം കടകംപള്ളി സുരേന്ദ്രൻ എത്തണം. കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞ പ്രശാന്ത് ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും അവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അലിഗേഷൻ ഉണ്ടായിട്ട് പോലും 2025 വീണ്ടും സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി കൊടുക്കാൻ ഇപ്പോഴത്തെ കഴിഞ്ഞുപോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി അവരൊക്കെ വാങ്ങി അവരൊക്കെ അടിച്ചു മാറ്റിയതിന്റെ കണക്ക് കിട്ടിയപ്പോൾ ഇനിയും നമുക്ക് കിട്ടുന്നത് നമ്മൾ അടിച്ചു മാറ്റാൻ എന്ന് തീരുമാനിച്ചതാണല്ലോ പ്രശാന്തൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തത്. പ്രശാന്തൻ അങ്ങനെ പിന്നെ സത്യസന്ധനൊന്നുമല്ല, ഹരിശ്ചന്ദ്രനുമല്ല, പ്രശാന്ത് ഉൾപ്പെടെ ഈ പറയുന്ന അവസാനത്തെ കണ്ണിയിലേക്കും ഈ അന്വേഷണം പോയി യഥാർത്ഥത്തിലുള്ള കള്ളന്മാരെ നാടിന് മുമ്പിൽ കൊണ്ടുവരണം. രാഷ്ട്രീയ ആരോപണമായി ഉന്നയിക്കുകയല്ലാതെ ഇതിനുള്ള തെളിവുകൾ വേണ്ടേ? ഇപ്പോൾ പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പാർട്ടിയിലെ 2 പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട്. അതല്ലാതെ കാടടച്ച് ഇങ്ങനെ വെടിവെച്ചിട്ട് കാര്യമുണ്ടോ? പിണറായി വിജയൻ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ആ രൂപത്തിലാണോ കോൺഗ്രസ് അതിനെ കൊണ്ടുപോകുന്നത്, ഈ ആരോപണത്തെ? അല്ല സ്മൃതി, ഞങ്ങൾ ആരോപണമല്ലല്ലോ പറയുന്നത്. പിണറായി വിജയനെ പോലെ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അറിയാതെ CPM-ന്റെ പോലത്തെ ഉന്നത നേതാക്കന്മാരായ ആളുകൾ, ഇവരൊന്നും CPM-ന്റെ അനുഭാവികളൊന്നുമല്ലല്ലോ. മുൻ MLA-യും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും വളരെ സ്വാധീനമുള്ള CPM-ന്റെ നേതാക്കന്മാരല്ലേ. ഈ കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ, ദേവസ്വം ബോർഡ് മന്ത്രി അറിയാതെ പത്മകുമാറിന് അവിടെ സ്വർണം അടിച്ചു മാറ്റാൻ പറ്റുമോ? ആരോട് ചോദിക്കാതെ ഇത് ചെയ്യാൻ പറ്റുമോ? ഇതൊരു വലിയ കണ്ണിയാണ്. ഇവർ ബോധപൂർവ്വം ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് ഈ സ്വർണം കട്ടത്. ആ കക്കാൻ
മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ അനുമതി കിട്ടിയിട്ടുണ്ടാവാം. അതിനകത്ത് പിണറായി വിജയൻ സ്വർണ്ണം എടുത്ത് കൊണ്ടുപോയി എന്നല്ല, ഈ വിറ്റ കോടികളുടെ പങ്ക് പറ്റിയിട്ടുണ്ടാവാം. പിണറായി വിജയനും CPM നേതാക്കന്മാർക്ക് കോടികൾ കിട്ടിയിട്ടുണ്ടാവാം. ആ കോടികൾ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ആരോപണം പറയുന്നത്. അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമാണെങ്കിൽ പറയാം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥന്മാർ ചെയ്തതാണ്. CPM-ന്റെ നേതാക്കന്മാരിൽ ഒന്നിനൊന്നിന് പിറകായി പിടിക്കപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായി ഈ നാട്ടിലെ ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഈ നാട് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഇത് കേവലം 1 പവനോ 2 പവനോ എന്നല്ലോ, എത്ര കിലോ സ്വർണ്ണമാണ് ഇപ്പൊ സ്വർണത്തിന്റെ വില എത്രയാണ്, എത്ര കോടികളാണ് അടിച്ചു മാറ്റിയത്. എന്നിട്ട് ഇപ്പോഴും ന്യായീകരിക്കാൻ അവർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നവരാണോ അവര്? ഈ നാട്ടിലെ ജനങ്ങൾ ഒരിക്കലുമല്ല. ഈ നാട് വിശ്വസിക്കുന്നു. ഈ നാട്ടിലെ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകളുടെ പിന്തുണയും അനുമതിയും അത് അവരുമായിട്ടുള്ള എല്ലാ ബന്ധത്തിന്റെ കാരണത്തിൽ തന്നെയാണ് ഈ കൊള്ള നടന്നിട്ടുള്ളത്, ഈ കാട്ടുകൊള്ള നടന്നിട്ടുള്ളത്. ഈ കൊള്ളക്കാരെ ഈ നാടിനകത്ത് ഇനിയും എങ്ങനെ വെച്ചു പുറപ്പിക്കണമെന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ CPM-ന്റെ ലക്ഷക്കണക്കിന് വരുന്ന അനുഭാവികളുണ്ട്. അവരൊക്കെ ശബരിമലക്ക് പോകുന്ന ആളുകളാണ്. അത്തരം ആളുകൾ പോലും മനസ്സിനകത്ത് വേദന ഉണ്ടാക്കിയ കാര്യങ്ങളെ പുറത്തു വരുന്നത്. ഈ ഓരോ ദിവസം ന്യായീകരിക്കും തോറും ഇവർക്കെതിരായിട്ടുള്ള വലിയ വികാരം വരാൻ പോവാണ്. നിങ്ങൾ നോക്കൂ, വരാനൊരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വാട്ടർലൂ ആയിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഒന്ന് ശബരിമല അയ്യപ്പന്റെ കട്ടതും അതോടൊപ്പം തന്നെ BJP-യുമായി ചേർന്ന് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായ കൂട്ടുകെട്ടുൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും CPM ഇതുവരെ കാണാത്ത ഒരു പരാജയത്തിലേക്ക് വരാൻ പോവുകയാണ്. എഴുതി വെച്ചോ നിങ്ങൾ. ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നാ പറയുന്നത്. അത്ര രൂക്ഷമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കകത്ത് ഇവർക്കെതിരെ പ്രതിഷേധം ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പോ അതോ നിയമസഭാ തെരഞ്ഞെടുപ്പോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ വരാനിരിക്കുന്ന വലിയ CPM-ന്റെ തകർച്ചയുടെ തുടക്കം. പാർലമെന്റ് കഴിഞ്ഞു, തദ്ദേശ സ്വയംഭരണം കഴിഞ്ഞു, നിയമസഭ. നിങ്ങൾ നോക്കിക്കണ്ടോളൂ, അതിരൂക്ഷമായ രൂപത്തിലുള്ള പ്രതിഷേധം ഈ സർക്കാരിനെതിരായിട്ടുണ്ട് എല്ലാ മേഖലയും എന്ന് ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് വരാൻ പോകുന്നത്. ഇനി ഓരോ ദിവസവും വരുമ്പോൾ ഇവർ ആരൊക്കെയാണ് ഈ കള്ളന്മാർ ജയിലിൽ പോകുന്നത് ആള് കാത്തു നിൽക്കുകയാണ്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.